നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പോരാട്ടം ഇനി 23 നാൾ കൂടി. തെരഞ്ഞെടുപ്പ് രംഗം ആവേശക്കടലിൽ. വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ. കൊടും ചൂടിൽ വലഞ്ഞ് കൈതച്ചക്ക കർഷകർ. വേനൽ കടുത്തതോടെ വിളവ് കുറഞ്ഞു, കൃഷിച്ചെലവും വർദ്ധിച്ചു. പള്ളം മാവിളങ്ങ് സപ്ലൈകോ ഡിപ്പോയിലെ അരിക്കടത്തിനെപ്പറ്റി അന്വേഷണം ആവശ്യം. ഡിപ്പോയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഏപ്രിൽ 4-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഫ്രാൻസിസ് ജോർജിന് കെട്ടിവയ്ക്കാനുള്ള തുക ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും കൈമാറി. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വ്യാഴാഴ്ച നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കും. തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കുന്നതിനുള്ള തുക നൽകി ഉമ്മൻചാണ്ടിയുടെ കുടുംബം. പുതുപ്പള്ളി പള്ളിയിലെത്തി പ്രാർത്ഥിച്ച ശേഷം ഫ്രാൻസിസ് ജോർജ് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലെത്തി. ചാണ്ടി ഉമ്മൻ MLAയുടെയും UDF നേതാക്കളുടെയും സാന്നിധ്യത്തിൽ മറിയാമ്മ ഉമ്മൻ കെട്ടിവെക്കാനുള്ള തുക ഫ്രാൻസിസ് ജോർജിന് കൈമാറി. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനായാസേന വിജയം നേടാൻ കഴിയുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ വളരെ ചിട്ടയായിട്ട് പ്ലാൻ തയ്യാറാക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനായാസേന എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചാണ്ടി ഉമ്മൻ MLA, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, മോൻസ് ജോസഫ് MLA, രാധാ വി നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഇന്നു മുതൽ പ്രചരണ രംഗത്തേക്കും ഇറങ്ങുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത്. അങ്ങനെ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, എൻ്റെ പിതാവ് ഇല്ലാത്ത തെരഞ്ഞെടുപ്പിൽ, പിതാവിൻ്റെ പകരം എൻ്റെ മാതാവ് ഇറങ്ങുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്ക് എൻ്റെ മാതാവ് തന്നെ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കെട്ടിവെക്കുവാനുള്ള തുക കൈമാറുന്ന ഒരു ചെറിയ ചടങ്ങ് കൂടി നടത്തി ഞങ്ങൾ ഇവിടെ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ പഞ്ചായത്ത് തല പര്യടനം ആരംഭിച്ചു. ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. മന്ത്രി VN വാസവൻ മുഖ്യാതിഥിയായി. കോട്ടയം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ പഞ്ചായത്ത് തല പര്യടനം ആരംഭിച്ചു. വോട്ടർമാരെ നേരിൽ കാണാനെത്തിയ തോമസ് ചാഴിക്കാടനെ ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ജോസ് കെ മാണി MP പര്യടനം ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്നത് അവരുടെ വർത്തമാനകാല പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഭൂതകാല പ്രവർത്തനങ്ങളും പരിഗണിച്ചാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഏത് സ്ഥാനാർത്ഥിയെയും വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ വർത്തമാനകാല പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഭൂതകാല പ്രവർത്തനങ്ങളും ജനങ്ങൾ വിലയിരുത്തും. അത് തോമസ് ചാഴികാടന്റെ കാര്യത്തിൽ മാത്രമല്ല, അത് എല്ലാ സ്ഥാനാർത്ഥികളും UDFന്റെയും അതോടൊപ്പം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ അത് അവരുടെ വർത്തമാനകാലം മാത്രമല്ല, ഭൂതകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയാണ്. ജനങ്ങൾക്കൊപ്പം നിന്ന് വികസന കാര്യത്തിലും തോമസ് ചാഴിക്കാടൻ മുൻപന്തിയിലാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മന്ത്രി VN വാസവൻ പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും ഒരു MP എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു തോമസ് ചാഴികാടനെ പോലെ ആയിരിക്കണം എന്ന് തന്നെ. ആ നിലയിൽ തോമസ് ചാഴികാടനെ തികഞ്ഞ അഭിമാനത്തോടെ നമ്മൾ ആവേശത്തോടെയാണ് ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. ഒരാൾക്കെങ്കിലും തോമസ് ചാഴികാടിൽ നിന്ന് സംസാരത്തിലോ പ്രവൃത്തിയിലോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സമീപന ശൈലിയിലോ ഒരു വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ കഴിയുമോ? ഒരു നെഗറ്റീവ് ഇല്ലാത്തൊരു MP എന്ന രൂപത്തിൽ കോട്ടയം പാർലമെന്റിൽ മത്സരിക്കുന്ന തോമസ് ചാഴികാടനെ പൂർണ്ണമായി നമുക്ക് അവതരിപ്പിക്കാൻ അഭിമാനം. വിവിധ LDF നേതാക്കൾ ചാഴിക്കാടന് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഉച്ചയ്ക്ക് 11 മണിക്കായിരിക്കും പത്രിക സമർപ്പണം. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ജനങ്ങൾ നിൽക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. ഏപ്രിൽ മാസം 3-ാം തീയതി കോട്ടയം പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഉച്ചയ്ക്ക് 11 മണിക്ക് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. NDA നേതാക്കൾക്ക് ഒപ്പമെത്തിയായിരിക്കും അദ്ദേഹം പത്രിക സമർപ്പണം നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൂത്ത് തലത്തിലുള്ള സമ്പർക്കങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് പ്രചരണ പരിപാടികൾ, കുടുംബയോഗങ്ങളിലെല്ലാം തന്നെ NDA നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ശക്തമായ ഒരു മത്സരം ഈ മണ്ഡലത്തിൽ
കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ കോട്ടയത്തിന് നൽകിയ വികസനങ്ങൾ ഓരോ ജനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് അവരുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ടാണ് NDA തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ ആ വികസനത്തിനൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമെന്ന് തന്നെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കൊടും ചൂടിൽ വലഞ്ഞ് പൈനാപ്പിൾ കർഷകർ. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത്. വേനൽ കടുത്തതോടെ 40% വിളവ് കുറഞ്ഞു. റംസാൻ വിപണി ലക്ഷ്യമാക്കിയുള്ള കൈത കൃഷിയെ കടുത്ത വേനൽ ബാധിച്ചത് കർഷകരെ കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. വരൾച്ച തുടർന്നാൽ വിഷു വിപണിയിലും കർഷകർക്ക് തിരിച്ചടിയാകും. പൈനാപ്പിളിന് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്ന കാലമാണ് ഇത്. വേനൽ കടുത്തതോടെ 35-40% വിളവ് കുറഞ്ഞു. ഉണക്കു ബാധിച്ച പൈനാപ്പിളിന്റെ തൂക്കത്തിലും കുറവുണ്ട്. കയറ്റി അയക്കുന്ന A ഗ്രേഡ് പൈനാപ്പിളും കുറഞ്ഞു. കഠിനമായ ചൂട് കാരണം വിളവെടുക്കാൻ പാകമായവയുടെ ഗുണമേന്മ നഷ്ടപ്പെടുന്നു. നീര് വറ്റുന്നത് കാരണം പൈനാപ്പിളിന്റെ സ്വാഭാവിക ആകൃതിയും നഷ്ടപ്പെടുന്നു. പൂർണ്ണമായും പാകമാകാതെ മുരടിക്കുന്നതും പതിവ് കാഴ്ചയാണ്. വേനലിൽ കൃഷിയുടെ ചെലവും വർദ്ധിച്ചു. പൈനാപ്പിൾ കൃഷി ഉണങ്ങാതിരിക്കാൻ നനയ്ക്കൽ വർദ്ധിപ്പിക്കണം. ഇതോടെ കൃഷിക്ക് ചെലവേറി. കനത്ത ചൂടിൽ കുടം വാടിക്കരിയുന്നു. പച്ചവലയും ചൂട്ടുമടലും കരിയിലയും അടക്കമുള്ളവ മുകളിലിട്ട് തണൽ വിരിച്ച് നൽകിയാണ് വേനലിൽ കൃഷി നിലനിർത്തുന്നത്. വെള്ളത്തിന്റെ ദൗർലഭ്യവും പ്രതിസന്ധിയാണ്. ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുത്തെങ്കിൽ മാത്രമേ വലിപ്പമുള്ള കായ്കൾ ലഭിക്കുകയുള്ളൂ. നീർവാർച്ചയില്ലെങ്കിൽ രോഗങ്ങളും പിടിപെടും. നാട്ടിൻപുറങ്ങളിലെ റബ്ബറിന് ഇടവിളയായി പൈനാപ്പിൾ കൃഷി വ്യാപകമാണ്. മഴയെ ആശ്രയിച്ച് ഏപ്രിൽ-മെയ് മാസങ്ങളിൽ പുതിയ കൃഷി തുടങ്ങണം. വേനൽ തുടർന്നാൽ കൃഷി വൈകും. കീടബാധ നിയന്ത്രണം, നാട്ടുകാരുടെ എതിർപ്പ്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്നിവയൊക്കെ കർഷകർ സഹിക്കണം. തോട്ടത്തിൽ നിന്ന് അനുകൂല കാലാവസ്ഥയിൽ 80% A ഗ്രേഡ് പൈനാപ്പിൾ ലഭിക്കും. എന്നാൽ ഇപ്പോൾ 60% പോലും A ഗ്രേഡ് പൈനാപ്പിൾ ലഭിക്കുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്ത് പൈനാപ്പിൾ കൃഷി ചെയ്തിരുന്ന കർഷകർ വൻ കടക്കെണിയിലായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പള്ളം മാവിളങ്ങ് സപ്ലൈകോ ഡിപ്പോയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഡിപ്പോയിൽ നടന്ന അരികടത്തിനെ പറ്റിയുള്ള അന്വേഷണം എങ്ങും എത്താത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം. പള്ളം മാവിളങ്ങ് സപ്ലൈകോയുടെ ഡിപ്പോയിൽ നടന്ന അരിക്കടത്തിനെപ്പറ്റി സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ചിങ്ങവനം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിബി ജോൺ കൊല്ലാട് ധർണ ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥരും സഖാക്കളും ചേർന്നാണ് അരിക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് റേഷൻ കടകളിൽ അരിയില്ല. പാവപ്പെട്ടവർ ഇന്ന് അരി വാങ്ങിക്കുവാൻ റേഷൻ കടയിൽ ചെന്നാൽ ഇന്ന് അരി കിട്ടാനില്ല. അതുപോലെ സപ്ലൈകോയില് നിത്യോപക സാധനങ്ങളടക്കം അരികളില്ല. അന്നേരമാണിത് കൊള്ളയടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ സമരവുമായി ഇവിടെ വന്നപ്പോൾ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറയുന്നത് ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പാണ് മോഷണം നടന്നത്. അതുകൊണ്ടാണ് അത് വാർത്ത വന്നത് ഇന്നാണ് എന്ന് മാത്രമേ ഉള്ളൂ. എത്ര വർഷമായാലും മോഷണം തന്നെയാണ്. അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞതുകൊണ്ട് മോഷണം ഇല്ലാതാകുന്നില്ല. ഇവിടെ അരിയും ഗോതമ്പും, ഇവിടെ സാഗര പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഇവിടെ വരുന്ന വ്യക്തികൾക്ക് തന്നെ മറിച്ചു വയ്ക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. തങ്കച്ചൻ വേഴാക്കാട് അധ്യക്ഷനായി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി ജോസഫ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ, ജോൺ ചാണ്ടി, നഗരസഭാ കൗൺസിലർ സൂസൻ സേവ്യർ, ബിജു എസ് കുമാർ, രാഹുൽ മറിയപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് MK തോമസുകുട്ടിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി AKN പണിക്കർക്കും എതിരെ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു. ബോർഡ് അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ എടുത്തെന്നുള്ള പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് MK തോമസുകുട്ടിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി AKN പണിക്കർക്കുമെതിരെയും കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു. ക്ഷേമ സഹകരണ സംഘം എന്ന പേരിൽ കുറ്റാരോപിതർ മറ്റൊരു സഹകരണ സംഘം രൂപീകരിക്കുകയും ഏകോപന സമിതിയുടെ പേരിൽ ജില്ലാ ജീവകാരുണ്യ പദ്ധതിക്കായി എല്ലാ മാസവും എത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ക്ഷേമ സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. പിന്നീട് ബിനാമികളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ സമിതി അംഗങ്ങൾ അറിയാതെ ലോൺ എടുക്കുകയും ചെയ്തതായാണ് പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന അധ്യക്ഷന് പരാതി നൽകിയിട്ടും തീർപ്പാകാതെ വന്നതോടെയാണ് അംഗങ്ങൾ പോലീസിനെ സമീപിച്ചത്. അംഗങ്ങൾ അറിയാതെ എടുത്തിരിക്കുന്ന ലോണുകൾ പലിശ പോലും അടയ്ക്കാത്തതിനാൽ വലിയ ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അതിനാൽ പൊതുമുതൽ തട്ടിച്ച പ്രതികൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
യുവതിയുടെ ഗർഭപാത്രത്തിൽ നിന്നും 4.5 കിലോ തൂക്കം വരുന്ന മുഴ നീക്കം ചെയ്തു. പാലാ ജനറൽ ആശുപത്രിയിലാണ് സങ്കീർണമായ ഈ ശസ്ത്രക്രിയ നടന്നത്. പാലാ ജനറൽ ആശുപത്രിയിൽ പുതിയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ സഹായത്തോടെ യുവതിയുടെ ഗർഭാശയത്തിൽ നിന്നും 4.5 കിലോ തൂക്കം വരുന്ന മുഴ നീക്കം ചെയ്തു. മരങ്ങാട്ടുപള്ളി സ്വദേശിയായ യുവതിയുടെ വയറ്റിൽ നിന്നും ഗർഭാശയ മുഴയാണ് നീക്കം ചെയ്തത്. ഡോക്ടർ തോമസ് കുര്യാക്കോസ്, ഡോക്ടർ ആഷാറാണി, ഡോക്ടർ സന്ദീപ, ഡോക്ടർ രമ്യ, സ്റ്റാഫ് നഴ്സ് സീന എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. വയറുവേദനയെ തുടർന്നാണ് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പരിശോധനയിൽ ഗർഭപാത്രത്തിൽ വലിയൊരു മുഴയുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് യുവതിയുടെ ആരോഗ്യനില കൂടി വിലയിരുത്തിയാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്കും പരിചരണത്തിനും ശേഷം രോഗി സുഖമായിരിക്കുന്നു. ഈ സങ്കീർണ ശസ്ത്രക്രിയ പാലാ ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് നിർണായകമായ ചുവടുവയ്പ്പാണ്. ജനറൽ ആശുപത്രിയിൽ സജ്ജമാക്കിയ പുതിയ അത്യാധുനിക ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇത്തരം ശസ്ത്രക്രിയ നടത്തിയത്. ഇത്തരം സങ്കീർണമായ ശസ്ത്രക്രിയകൾ ഇനിയും നടത്താൻ കഴിയുമെന്നും നിർധൻ രോഗികൾക്ക് ഇത് ആശ്വാസമാകുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP അഭിലാഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. മണിപ്പൂരിലെ ക്രൈസ്തവ വംശഹത്യക്കെതിരെ പാലായിൽ നൈറ്റ് മാർച്ച്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന്റെ വംശഹത്യ നിലപാടുകൾക്കെതിരെ താക്കീതായി പാലായിൽ നൈറ്റ് മാർച്ച്. മണിപ്പൂർ മറക്കില്ല, മരിക്കില്ല മതേതരത്വം എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക് സി തോമസ്, LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ, ജോസ് കെ മാണി MP എന്നിവർക്കൊപ്പം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജ്, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B മഹേഷ് ചന്ദ്രൻ, സെക്രട്ടറി V സുരേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സതീഷ് വർക്കി, അർച്ചന സദാശിവൻ, പാലാ ബ്ലോക്ക് ഭാരവാഹികളായ TR രഞ്ജിത്ത്, NR വിഷ്ണു എന്നിവർ ചേർന്ന് നയിച്ച മാർച്ച് നഗരത്തിൽ വേറിട്ട പ്രതിഷേധ രൂപമായി. കൊട്ടാരമറ്റം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ നടുക്കിയ മണിപ്പൂർ കലാപത്തിനെതിരെ ചെറുവിരൽ അനക്കാത്തവരാണ് കേന്ദ്ര BJP സർക്കാരും മണിപ്പൂർ സർക്കാരുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഒരു വിഭാഗത്തിന്റെ ഉന്മൂലനം ലക്ഷ്യമിട്ടുള്ള കലാപമാണ് മണിപ്പൂരിൽ നടത്തിയതെന്ന് തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. മാർച്ച് ലാലം പാലം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന യോഗം ജെയ്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B മഹേഷ് ചന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി B സുരേഷ് കുമാർ, സതീഷ് വർക്കി, അർച്ചന സദാശിവൻ, NR വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. രാമപുരം കൂടപ്പുലത്ത് എക്സൈസ് റെയ്ഡിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1830 ലിറ്റർ വീര്യം കൂടിയ അനധികൃത വൈൻ പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് കൂടപ്പുലം ഭാഗത്തുള്ള പാലക്കക്കുന്നൽ വീട്ടിൽ ഷാജിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഷാജിയുടെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ 225 ലിറ്റർ കോൾ കൊള്ളുന്ന ബാരലുകളിലും 35 ലിറ്റർ വീതം കൊള്ളുന്ന കന്നാസുകളിലും 1 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലുമായിട്ടായിരുന്നു വൈൻ നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നത്. 1 ലിറ്റർ വൈനിന് 500 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. അറിയിപ്പ്: MG സർവകലാശാലയിലെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജൂണിൽ ആരംഭിക്കുന്ന സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിനുള്ള പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി മെയ് 10. റെഗുലർ, ഈവനിംഗ്, ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളുണ്ട്. വിജ്ഞാപനവും അപേക്ഷാ ഫോമും സർവകലാശാല വെബ്സൈറ്റിൽ. വിവരങ്ങൾക്ക് ഫോൺ 9188374553. തിരുവനന്തപുരത്ത് 13, 14 തീയതികളിൽ നടത്തുന്ന സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ജില്ലാ ഹാൻഡ്ബോൾ ടീമിന്റെ സിലക്ഷൻ ട്രയൽസ് 4-ന് പാലയിൽ നടത്തും. 2011 ജനുവരി 1-ന് ശേഷം ജനിച്ച ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ട്രയൽസിൽ പങ്കെടുക്കാം. ഫോൺ 9809347777. പൊൻകുന്നം ജനകീയ വായനശാലയിലെ യുവജനവേദി, ബാലവേദി എന്നിവയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് പൊൻകുന്നം SDUP സ്കൂളിൽ മീനപ്പൂമരം ചെങ്ങാതിക്കൂട്ടം എന്ന പേരിൽ ഏപ്രിൽ 3, 4, 5 തീയതികളിൽ ഒരു കൂട്ടായ്മയ്ക്ക് വേദി ഒരുക്കുന്നു. ചിത്രരചന, ശില്പകല, രംഗാവതരണം, ശലഭോദ്യാന നിർമ്മാണം, പാട്ടുകൂട്ടം, ശാസ്ത്രപാഠങ്ങൾ, ഭാഷാ പഠന പ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികൾക്കായിട്ടുള്ള പരിശീലന പരിപാടികളാണ് കൂട്ടായ്മയിൽ നടത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോരാട്ടം ഇനി 23 നാൾ കൂടി. തെരഞ്ഞെടുപ്പ് രംഗം ആവേശക്കടലിൽ. വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ. കൊടും ചൂടിൽ വലഞ്ഞ് കൈതച്ചക്ക കർഷകർ. വേനൽ കടുത്തതോടെ വിളവ് കുറഞ്ഞു, കൃഷിച്ചെലവും വർദ്ധിച്ചു. പള്ളം മാവിളങ്ങ് സപ്ലൈകോ ഡിപ്പോയിലെ അരിക്കടത്തിനെ പറ്റി അന്വേഷണം ആവശ്യം. ഡിപ്പോയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചും ധർണയും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.